ഓൾ നമ്മൾ പോയത്തിൻ്റെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ദ റിവിഷൻ. ദ പോം ആഫ്രിക്ക ഇറ്റ്സ് എ ഡ്രമാറ്റിക് മോൺലോഗ് അബൌട്ട് ദ പോയം ആഫ്രിക്ക. പോയറ്റ് ഡേവിഡ് ഡിയോപ്പാണ്. ഡേവിഡ് ഡിയോപ്പ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പോയറ്റാണ്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിൽ. ഓക്കെ, ഡേവിഡ് ഡിയോപ്പ്. ഡ്രമാറ്റിക് മോൺലോഗാണ് ഈ ഒരു പോയം. 24 ലൈൻ പോയമാണ്. ഈ പോയത്തിൽ 3 സ്റ്റേജസ് ഓഫ് ആഫ്രിക്കയാണ് പറയുന്നത്. പ്രീ കൊളോണിയൽ ആഫ്രിക്ക, കൊളോണിയൽ ആഫ്രിക്ക ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്ക. ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ആണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. വാട്ട്സ് ദ ഡ്രീം ഷെയർഡ് ബൈ ഡേവിഡ് ഡിയോപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ആഫ്രിക്ക? ഇത് HSL 2022 വന്നൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ ഈസ് എ ഫ്രീ ആഫ്രിക്ക. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ പോം അബോറിജിനൽ ഓസ്ട്രേലിയ. Aboriginal Australia is a poem that focuses on the European influence upon Aboriginal life. It deals with the oppression and death that the European population brought with them. Depressed tone, written by David Diop. ഡേവിഡ് ഡിയോപ്പ് ഏതിൻ്റെ ആയിരുന്നു? ആഫ്രിക്ക എന്ന പോയത്തിൻ്റെ പോയറ്റാണ്. ഓക്കെ, സോ വാട്ട്സ് ആൻസർ? ആൻസർ ഈസ് 1, 2 and 3. ഓക്കെ, എബൌട്ട് ദ പോയം അബോറിജിനൽ ഓസ്ട്രേലിയ. ഇതിൻ്റെ പോയറ്റ് എന്ന് പറയുന്നത് ജാക്ക് ഡേവിഡ്സ് ആണ്. ഫൗണ്ട് ഇൻ ദ കളക്ഷൻ ജഗാർഡോ പോയംസ് ഫ്രം അബോറിജിനൽ ഓസ്ട്രേലിയ. 1977 ഇത് പബ്ലിഷ് ചെയ്തത്. ജഗാർഡോ പോയംസ് ഫ്രം അബോറിജിനൽ ഓസ്ട്രേലിയ, അതാണ് കളക്ഷൻ്റെ പേര്. ജാക്ക് ഡേവിഡ്സ് ബിലോങ് ടു, എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല, നയോഗ ട്രൈബ്, നൂഗാർ ട്രൈബ്. ഓക്കെ. ഗ്രോഗ് ഇൻ ദിസ് പോയം റെഫേഴ്സ് ടു ആൽക്കഹോൾ. ഗ്രോഗ് എന്നൊരു വേർഡ് ഉണ്ട് ഈ ഒരു പോയത്തിൽ, അത് ആൽക്കഹോളിനെ റെഫർ ചെയ്യുന്നതാണ്. 33 ലൈൻ പോയമാണ്. പബ്ലിഷ്ഡ് ഇൻ 1977. ആ ഒരു കളക്ഷൻ്റെ പേര് ഓർത്ത് വെച്ചുകൊണ്ട് ജഗാർഡോ പോയിംസ് ഫ്രം അബോറിജിൻ ഓസ്ട്രേലിയ എന്നാണ് കളക്ഷൻ്റെ പേര്. ദെൻ ഇതിനകത്തൊരു ട്രൈബ് പറയുന്നുണ്ട്, ഇറാക്കാലാസ്. അതൊരു ഓസ്ട്രേലിയൻ ട്രൈബാണ്. ഇറാക്കാലാസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ട്രൈബാണ്. ഈ ട്രൈബ്സിൻ്റെയൊക്കെ പേരൊന്ന് ഓർത്തിരുന്നോണം പോയത്തിൽ, ബിക്കോസ് ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഈ അബോറിജിനൽ ഓസ്ട്രേലിയയിൽ ഇല്ലാത്ത ട്രൈബ് ഏതാണെന്ന് ചോദിക്കാം. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രൈബ്സിൻ്റെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം. ആൻഡ് നെക്സ്റ്റ് വൺ, മൈ സൈഡ് വേർഡ് റെഫേഴ്സ് ടു മദർ ഓസ്ട്രേലിയ. മൈ സൈഡ് എന്ന് പറഞ്ഞ് ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. മൈ സൈഡ് എന്ന വേർഡ് റെഫർ ചെയ്യുന്ന മദർ ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഇൻ ദ പോയം ഈസ് ബാർക്ക് പെറ്റീഷൻ. ബാർക്ക് പെറ്റീഷനെ കുറിച്ച് പറയുന്നുണ്ട് ഈ പോയത്തിൽ. ആൻഡ് ട്രൈബ് റിലേറ്റഡ് ടു ദ ഇറാക്കാല പ്ലീ ഈസ് യോൾഗു ട്രൈബ്. ഓക്കെ, which of the following is not mentioned in the poem Aboriginal Australia? ഇതിനകത്ത് ഏതാണ് അബോറിജിനൽ ഓസ്ട്രേലിയയിൽ മെൻഷൻ ചെയ്യാത്തത്? ഇറാക്കാല ബാർക്ക് പെറ്റീഷൻ പറയുന്നുണ്ട്, ലേക്ക് ജോർജ് ഹിൽസ് പറയുന്നുണ്ട്, കില്ലിംഗ് വരാറ ട്രൈബ്സും പറയുന്നുണ്ട്. ആൻഡ് ദ ആൻസർ ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അത് മെൻഷൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഫാദർ വെൻ ഹി ഡാഷ് ലവ് ഡസ്റ്റ് ഓൺ എ ടേബിൾ ഓഫ് പേപ്പേഴ്സ്. ആദ്യം നമ്മളിത് ഏത് പോമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫാദർ വെൻ ഹി ഡാഷ് ലവ് ഡസ്റ്റ് ഓൺ എ ടേബിൾ ഓഫ് പേപ്പേഴ്സ്. ഈ ഒരു പോയം വായിച്ചവർക്ക് മനസ്സിലായേക്കാം. ആൻസർ ഈസ് പാസ്ഡ് ഓൺ. ഇത് ഒബിച്വറി, AK രാമാനുജൻ്റെ ഒബിച്വറി എന്ന പോയത്തിലെ ലൈൻസാണ്. ആൻഡ് ഇതിൽ എത്ര സ്റ്റാൻസാസ് ഉണ്ട്? ഹൗ മെനി സ്റ്റാൻസാസ് ആർ ദെയർ ഇൻ ദ പോം ഒബിച്വറി? 8 സ്റ്റാൻസാസ് ഉണ്ട് ഈ ഒരു പോയത്തിൽ. AK രാമാനുജൻ, ഹി ഈസ് എ ബൈലിംഗ്വൽ റൈറ്റർ, ഇംഗ്ലീഷ് ആൻഡ് കന്നഡ. ആൻഡ് ഒബിച്വറി എന്ന പോം പബ്ലിഷ് ചെയ്ത ഇയർ 1971,
2022 HSAക്ക് ചോദിച്ചതാണ്. 1971 ഒബിച്വറി പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്ത കളക്ഷൻ്റെ പേര് റിലേഷൻ എന്ന കളക്ഷനിൽ 1971 ഒബിച്വറി എന്ന പോയം ഉൾപ്പെടുത്തിയത്. ഇതൊരു മോക്ക് ഐറോണിക് പോയമാണ്. രാമാനുജൻ, the poem says that his father achieved nothing in the world except 2 lines. ഒബിച്വറിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ആക്ച്വലി ഈ ഒരു പോയം AK രാമാനുജൻ എഴുതാൻ കാര്യം തൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടിയാണ്. ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഈ ഒരു പോയം എഴുതിയത്. ആൻഡ് ഇൻ ദ പോയം ദ പോയറ്റ് മെൻഷൻ ഹൗ ഹിസ് ഫാദേഴ്സ് ഡെത്ത് അഫക്റ്റഡ് ഹിസ് ഫാമിലി, തൻ്റെ ഫാമിലിയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു. ആൻഡ് വാട്ട് ഹിസ് ഫാദർ ഹാസ് അച്ചീവ്ഡ് ഇൻ ഹിസ് ലൈഫ്, ഫാദർ ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്തു. ദി ഇംപ്ലിക്കേഷൻ ഹി ഹാഡ് ടു ഫേസ് ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് ആണ് പറയുന്നത്. ആൻഡ് ആസ് ഹി വാസ് ദ എൽഡർ സൺ ഓഫ് ഹിസ് ഫാമിലി, AK രാമാനുജൻ ഈ ഒരു പോയം എഴുതിയത് തൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടി. താനാണ് ആ വീട്ടിലെ എൽഡർ സൺ. സോ ആ വീട്ടിലെ ചുമതലയെല്ലാം യങ്ങർ സിസ്റ്റേഴ്സിൻ്റെ മാരേജ് ആണെങ്കിലും ഫാമിലിയുടെ ഡെപ്ത് ആണെങ്കിലും ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഈ പോയത്തിലൂടെ ഒരു ഇന്ത്യൻ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു നിയമങ്ങൾ, ആചാരങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ. And the poem says that his father achieved nothing in the world except 2 lines. Obituary. ആ ഒരു 2 lines. Obituary meaning notice of a death in newspaper. Notice of a death in newspaper ആണ് obituary. ഓക്കെ. അന്നേരം ആ ഒരു 2 lines ന്യൂസ് പേപ്പറിൽ വന്ന എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ AK രാമാനുജൻ അതാണ് ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. ഓക്കെ. A narrator of the poem wants to see what's that 2 lines, obituary lines in the newspaper. പക്ഷേ ആ ന്യൂസ് പേപ്പറിലെ obituary ലൈൻ കാണാൻ പറ്റിയില്ല. അത് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നതായിട്ടാണ് തീം ഓഫ് ദ പോം. നെക്സ്റ്റ് വൺ, ടു ഹൂം ഡസ് ടാഗോർ address the poem where the mind is without fear? Answer is God. About the poem, this poem was most likely composed in 1900. It appeared in the volume Naivedya in the poem titled Prarthona. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. appeared in the volume Naivedya in the poem titled Prarthona. അതാണ് where the mind is without fear എന്ന പോയം ഉൾപ്പെടുത്തിയത്. ബംഗാളി ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് ചിത്തോ ജത്ത ബോഷ്യോനോ. പ്രൊണൗൺസിയേഷൻ അറിയില്ല എനിക്ക്, നോട്ട് ചെയ്തോനോ. ചിത്തോ ജത്ത ബോഷ്യോനോ. ഇതാണ് ബംഗാളി ടൈറ്റിൽ. അത് ഉൾപ്പെട്ട വോളിയമാണ് നൈവേദ്യ. പോയം ടൈറ്റിൽഡ് പ്രാർത്ഥന. ഓക്കെ. 1901 ദിസ് പോയം ഇൻക്ലൂഡഡ് ഇൻ നൈവേദ്യ. 1901 നൈവേദ്യയിൽ ഈ പോയം ഉൾപ്പെടുത്തിയത്. ഇൻ 1911 ടാഗോർ ഹിംസെൽഫ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻഡ് അപ്പിയർഡ് ഇൻ 35th പോയം ഓഫ് ഗീതാഞ്ജലി. ഗീതാഞ്ജലിയുടെ 35th പോയമായിട്ടാണ് വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന പോയം ഉൾപ്പെടുത്തിയത്. ആൻഡ് ദിസ് പോയം ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് പ്രയർ ടു ഗോഡ് ഫോർ എ ട്രൂ ഫ്രീഡം ഫോർ ഹിസ് കൺട്രി. തൻ്റെ കൺട്രിയുടെ ട്രൂ ഫ്രീഡത്തിന് വേണ്ടി ഗോഡിനോടുള്ളൊരു പ്രെയറായിട്ടാണ് ഈ പോയം പറയുന്നത്. ഇൻ ദ പോം വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ റീസൺ ഈസ് കമ്പയർഡ് ടു ഇതൊരു HSA 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പോയം വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ റീസൺ ഈസ് കമ്പയർഡ് ടു എ ക്ലിയർ സ്ട്രീം. താങ്ക് യു. ഇവിടെ നല്ല മഴയാണ്, സോ റെക്കോർഡിങ് ബുദ്ധിമുട്ടാണ്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe my channel. Share with your friends also. Okay, thank you.